ഒന്നിച്ച് പീലാത്തോസിന്റെ അടുക്കൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പറയുന്നൊരു കാര്യം, പ്രൈസ് ദി ലോർഡ്, യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ജീവൻ 3-ാം നാൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ യേശു ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ വീണ്ടും വീണ്ടും ആ വാക്ക് ആവർത്തിച്ചു വായിച്ചു. പ്രൈസ് ദി ലോർഡ്. യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ യേശു, കർത്താവായ യേശു ക്രിസ്തു ദൈവം ആരെയും ചതിച്ചതായിട്ട് നാം കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ദൈവം ചതിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒത്തൊരുമിച്ച് പറയുകയാണ്, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാനൊരു ദൂതനെ കൈമാറാം. ഒരു ചതിയും വഞ്ചനയും കള്ളത്തരവും പാപവും ഒന്നുമില്ലാതിരുന്നിട്ടും ഈയൊരു പദവി അല്ലെങ്കിൽ ഒരു വാക്ക് അവർ യേശുവിന് നേരെ ഉപയോഗിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും നേരെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ചെയ്യാത്തത് അവർ പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യാത്തതും പറയും. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്ന കൊണ്ട് തയ്യാറാകണം, അത് മഹാപുരോഹിതന്മാരുടെ പരീശന്മാരുടെ സ്പിരിറ്റാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ പോലും അറിയാതെ അവർ നമ്മുടെ യേശുവിൻ്റെ പാതയിലേക്ക് വിടുകയാണ്, യേശുവിൻ്റെ കൂട്ടത്തിലേക്ക്, യേശുവിൻ്റെ കണത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് അവർ നമ്മെ അനുരൂപമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു ചതിയും ചെയ്തിട്ടല്ല ഇവർ യേശുവിനെ ചതിയനെന്ന് വിളിച്ചത്. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ പറയാത്തത് പറഞ്ഞത് കേൾക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തെന്ന് പറയുമ്പോൾ, നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, യേശുവിനും ലോകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പറഞ്ഞെങ്കിൽ അവനെ രക്തം കൊണ്ട് വീണ്ടെടുത്ത എന്നെയും നിങ്ങളെയും പറയുവാനിടയായി തീരും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് പോകരുത്. അത് മഹാപുരോഹിതന്റെ, പ്രൈസ് ദി ലോർഡ്, പരീശന്മാരുടെ ഒരു സ്പിരിറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം രാത്രി നമുക്ക് നോക്കാമല്ലോ. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചിട്ടും അവൻ പറഞ്ഞ വാക്കോർത്ത് ഇവർക്ക് ഭയമുണ്ടായി. യേശു മരിച്ചിട്ടും അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ പറഞ്ഞ വാക്കോർത്ത്, പ്രൈസ് ദി ലോർഡ്, ആ ഒരു വാഗ്ദത്തം ഓർത്തുകൊണ്ട് ജനത്തിന് ഭയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കണ്ട് ശത്രു ഭയപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കാര്യം യേശുവാണ് പറഞ്ഞത്, രാജാതി രാജാവാണ് പറഞ്ഞത്, സകല അധികാരം കൈവശമുള്ളവനാണ് നമ്മൾക്ക് വാഗ്ദത്തം തന്നത്. അതുകൊണ്ട് വാഗ്ദത്തമുള്ളവനെ ഭയപ്പെടുന്ന ഒരു കൂട്ടമുണ്ടെന്ന് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കാര്യം എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തം തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് അവന്റെ വാക്ക് ഉവ് ഉവ് എന്നത്രേ. അതുകൊണ്ട് നമ്മുടെ വാഗ്ദത്തം കണ്ട് വിറയ്ക്കുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. നമ്മുടെ വാഗ്ദത്തം കണ്ട് ഭയപ്പെടുന്ന ഒരു പൈശാചിക മേഖലയുണ്ട്. വാഗ്ദത്തം നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം താമസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന സകല ജീവിതങ്ങളുടെയും സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ചലിക്കപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി രാമേ പറഞ്ഞേക്കണം. സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഒന്ന് ഓർത്ത്, എന്ത് വാഗ്ദത്തമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി നൽകിയത്? അതോർത്തൊന്ന് ദൈവത്തിന് നന്ദി പറ. ശതന ഘടക ജരമന ഘടക സിയലവര ഘടക ചുരമന ഘടക സിയാധന. യേശു നമുക്കായി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ, നമ്മളുടെ ദൈവം നമുക്കായി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മാറ്റി എഴുതുവാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കിനും ആ വാഗ്ദത്തത്തെ മൂടിക്കളയാൻ പറ്റത്തില്ല. ആ വാഗ്ദത്തത്തെ മണ്ണിട്ട് കളയാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേരിനെ എത്ര അപകീർത്തിപ്പെടുത്തിയാലും, നിങ്ങൾ എത്ര നാണം കെടുത്തിയാലും, നിങ്ങൾ എത്ര പരിഹസിച്ചാലും, നിങ്ങൾ എത്ര നിന്ദിച്ചാലും, നിങ്ങൾ എത്ര വേദനിച്ചാലും, നിങ്ങൾ എത്ര ചവിട്ടി താഴ്ത്തിയാലും, പരിശുദ്ധ ആത്മാവ് കൈമാറുകയാണ്. നിങ്ങളുടെ വാഗ്ദത്തത്തെ കൊല്ലുവാൻ, നിങ്ങളുടെ വാഗ്ദത്തത്തെ മൂടിക്കളയുവാൻ, നിങ്ങളുടെ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ ഉലകത്തിലെ ഒരു വാക്കിനും സാധ്യമല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി രാമേ ഭര, ജീവനുള്ള രാമേ ഭര. രിഗമന ഘടക ചുരമന ഘടക ശിയലബര ഘടക ചുരമന ഘടക സിയാധര ഷജലമ നഖാനിയൽ ഘനാദിയൽ ഭര.
പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള ഒരു വാക്കിനും പ്രൈസ് ദി ലോർഡ്, ദുഷ്ടപിശാച് പറയുന്ന പ്രൈസ് ദി ലോർഡ്, ജാതികൾ പറയുന്ന, ശത്രുക്കൾ പറയുന്ന ഒരു വാക്കിനും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെ തുടച്ചു നീക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം വാഗ്ദത്തം തന്നത് ദൈവമാണ്. അത് നിവർത്തിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. വാഗ്ദത്തം ഉള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും വാഗ്ദത്വം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഷ്ടതയുടെ നാളിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നില്ലേ പ്രിയമുള്ളവരെ? പ്രൈസ് ദി ലോർഡ്. ഓരോ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ ഇത് സംഭവിക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്രമേൽ വാഗ്ദത്തങ്ങളെ സ്വർഗത്തിലെ ദൈവം നമുക്കായി നൽകി. യോഗ്യത ഉള്ളത് കൊണ്ടല്ല, അവൻ്റെ വിശ്വസ്തതയാ. തികഞ്ഞത് കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്നുവരെയും നാം അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്. നാം അനുഭവിക്കുന്ന ഈ ഒരു വിടുതലുകൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആയുസ് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും നേടാൻ പറ്റത്തില്ല. സകലതും ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവനെ ഭയപ്പെടുന്ന പിശാച്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല, ആർക്കും അതിനെ മുറിപ്പെടുത്താൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം വാഗ്ദത്തമുള്ളവർക്കായി, അതിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം വ്യക്തമായിട്ട് പറയുകയാണ്, വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ താമസിക്കുന്നില്ല, അവൻ വൈകത്തില്ല, അവൻ വൈകിയും പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പ്രവർത്തിക്കത്തില്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ദൈവം. തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതിനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു രാമ്യം പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഒരു ദൂതനെ പ്രൈസ് ഒരു എൻ്റെ ഒരു സാക്ഷ്യത്തെ കർത്താവ് ഓർപ്പിക്കുന്നുകൊണ്ട് അത് കൈമാറുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ പ്രൈസ് വിവാഹം ഡേറ്റ് അടുത്ത് വരികയാണ്. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. 10 രൂപ പോലും ഞങ്ങളുടെ ഭവനത്തിൽ എടുക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആരുടെയും കയ്യിലില്ല. ഭവനം ആകെ തെരഞ്ഞാലും പ്രൈസ് ദി ലോർഡ് ഒരു 10 രൂപ പോലും എടുക്കാനുള്ള സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തിന് ഏകദേശം ഒരാഴ്ച ബാക്കി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി. എൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പ്രൈസ് ദി ലോർഡ് ഒരു ഫാമിലി പ്രൈസ് ദി ലോർഡ് 1,00,000 രൂപ അയച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൈയൊന്ന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണമിടയായി തീർന്നു. പക്ഷേ തക്ക സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് ക്രമീകരിച്ച് നൽകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല, എനിക്കൊന്നും ചെയ്യുവാനായി കഴിഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാം തരാൻ കഴിവുള്ളവനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദപുസ്തകത്തെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്നയോളം ഈ വചനമാണ് ഞങ്ങളെ വഴി നടത്തിയത്. അവൻ പാതി വഴിയിൽ ഇട്ടേച്ച് പോയിട്ടില്ല. വാഗ്ദത്തമുള്ളവനെ അവൻ കരത്തിന് പിടിക്കും. വാഗ്ദത്തമുള്ളവനെ അവൻ ഉപേക്ഷിക്കത്തില്ലെന്ന്. വാഗ്ദത്തമില്ലാത്ത ഒരാളും ഇന്നാലയത്തിലില്ല. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയും വാഗ്ദത്തമില്ലാത്തവരില്ല. വാഗ്ദത്തം നിവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, മക്കളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, തക്ക സമയത്ത് വിവാഹത്തിന് മുമ്പ് 7 ദിവസത്തിന് മുമ്പ് ആ വിഷയത്തിൻ്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ദീപ എന്ന് പറയുന്ന ഒരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത്, എന്നെ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടി സാമ്പത്തികം സ്വർഗത്തിലെ ദൈവം കൈമാറുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ തക്കവണ്ണം തയ്യാറാകുന്നു. വിളിച്ചവൻ വിശ്വസ്തനാണ്. പാതി വഴിയിൽ ഇട്ടേച്ച് പോകുവാൻ അവൻ മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കൈമാറുകയാണ്. വിശ്വസിച്ച് ദൂതനെ ഏറ്റെടുത്തോ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആലയത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഹാർട്ടിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. രാത്രിയാകുമ്പോൾ ഉറങ്ങാനും കിടക്കുന്ന സമയത്ത് ചില അസ്വസ്ഥതകൾ പ്രൈസ് ദി ലോർഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. നിങ്ങളോടുള്ള വിടുതലുകൾ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം കൈമാറുകയാണ്. പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, ഹാർട്ടിനോട് ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അച്ഛന് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പം പരിശുദ്ധാത്മ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവശ്വാസമാണ് നമ്മുടെ മൂക്കിൽ അവൻ ഊതിയത്. അങ്ങനെയെങ്കിൽ ഹാർട്ട് സംബന്ധമായ വിഷയങ്ങളെ കർത്താവ് പരിഹരിക്കാൻ പോകുകയാണ്. ഒന്ന് മുൻപോട്ട് വന്നാൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമാറാകട്ടെ. ഹാർട്ട് സംബന്ധമായിട്ട് എല്ലാ വിഷയത്തിൻ്റെ അകത്തും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം തയ്യാറാകട്ടെ. ഒരിക്കലും ഒരു സഹോദരിയോട് പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ഒരു ദൂതനെ കൈമാറി. നിങ്ങളുടെ ഉദര സംബന്ധമായി ബന്ധപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ചില അസ്വസ്ഥതകളെ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കുന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് ഉദര സംബന്ധമായിട്ടൊരു വിഷയമില്ല സഹോദരി, അങ്ങനെ ഒരു പ്രോബ്ലമേ എനിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിലും പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അവർക്കറിയത്തിണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി വീണ്ടും എന്നെ വിളിച്ചു. കഴിഞ്ഞ ദിവസം ചെറിയൊരു വയറുവേദന വന്നതാണ്. പ്രൈസ് ദി ലോർഡ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോയി. അന്നേരമാണ് അവരറിയാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ് ഉദരത്തിൻ്റെ അകത്ത് നിറയെ മുഴകളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വിഷയമായിരിക്കാം, എങ്കിലും പരിശുദ്ധാത്മാവിനൊന്നിനും മറവല്ല. പരിശുദ്ധാത്മാവിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇന്ന് രാത്രി എല്ലാ ദൈവങ്ങളും പ്രിയ അച്ചായന് വേണ്ടി ഇന്ന് സ്വോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്നൊരു രാത്രി കാലം രോഗസൗഖ്യം അച്ചായൻ്റെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം തയ്യാറാകട്ടെ. സകലത്തിനും രോഗത്തിനും വൈദ്യനായവൻ, സകല രോഗത്തിനും വൈദ്യനായവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു രാത്രിയിൽ കാൽവറി ക്രൂശിലെ സൗഖ്യം പ്രൈസ് ദി ലോർഡ് തൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ശരീരത്തിൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദൈവപ്രവൃത്തിയ ശരീരത്തിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ ആ കുടുംബം അനുഭവിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സകല രോഗത്തിന്മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ വിഷയങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ദൈവസഭ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി മാനിക്കുമാറാകട്ടെ.